ഹലോ, മണപ്പുറം ഫിനാൻസിനെ സംബന്ധിച്ചൊരു വലിയ ന്യൂസാണ് നമ്മൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ഒരു 7,400 കോടി രൂപ കടമെടുക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഒരു ആശങ്കയുണ്ടാവും. ഈ പൈസ എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് ഉപയോഗിച്ച് ഇവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ആശങ്കയുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ബേസിക്കലി നോക്കിയാലോ. അതും ഈ ഒരു പൈസ എങ്ങോട്ടാണ് പോകുന്നത് നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ ഭാഗം പോകുന്നത് ആശീർവാദ് മൈക്രോ ഫിനാൻസിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഭാഗം പോകുന്നത് എങ്ങോട്ടാണ്? ഹോം ഫിനാൻസ് സെക്ടറിലേക്കാണ്. അപ്പം അത് ക്ലിയറായി. ഈ ഫണ്ട് പോകുന്നത് ഒന്ന് ആശീർവാദ് മൈക്രോ ഫിനാൻസിലേക്കും രണ്ടാമത്തെ സെക്ഷൻ പോകുന്നത് ഹോം ഫിനാൻസ് സെക്ടറിലേക്കാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇത് വേറെ കടം തീർക്കാനൊന്നും മേടിച്ച പൈസയല്ല. ഈ കടം എടുക്കുന്നത് കടം തീർക്കാനല്ല, അത് അവർ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു കടം എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടുതൽ ബിസിനസ് നടക്കും. കാര്യം പൈസ കൂടുതൽ വന്നപ്പം കൂടുതൽ ബിസിനസ് നടക്കും. ഇവരുടെ ബിസിനസ് എന്താണ്? ലോൺ കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ബിസിനസ്. അപ്പം കൂടുതൽ ലോൺ കൊടുക്കാം, അതിലൂടെ ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് വരും, മീൻസ് ഇൻട്രസ്റ്റ് ആയിട്ട് കൂടുതൽ ഇൻകം വരും. അപ്പം എന്തായാലും അവരൊരു ഗ്രോത്തിൻ്റെ പതിലേക്ക് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്രോ ഫിനാൻസിൻ്റെ സെക്ടർ കുറച്ച് ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പം അതും ഇതിനെ സംബന്ധിച്ചൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു പ്രോഫിറ്റ് കൂടാനായിട്ട് തന്നെയാണ് ചാൻസ് ഉള്ളത്. പക്ഷേ കുറച്ചധികം റിസ്ക്കിനകത്തുണ്ട്. ഇപ്പോൾ ഇവർ എന്തായാലും ഈ 7,400 കോടി രൂപ കടമെടുക്കുകയാണ്. കടമെടുക്കുമ്പോൾ തിരിച്ചടക്കേണ്ട പൈസയാണ്, അതിനും പലിശ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് കമ്പനിക്ക് വരുന്നൊരു ബേർഡനാണ്. അപ്പം ഈ പ്രതീക്ഷ തൊട്ട് ബിസിനസ് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ച പോലെ അല്ല, നെഗറ്റീവായിരിക്കും ഉണ്ടാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ഫിനാൻസ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. ശരിക്കും ക്ലയൻസ് പറ്റിച്ചിട്ട് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിട്ടുള്ള സെറ്റപ്പാണ്. അപ്പം അതും അതിനൊരു നെഗറ്റീവാണ്. ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ് മണപ്പുറം ഫിനാൻസിൻ്റെ ഒരു കണ്ടീഷൻ. പക്ഷേ കുറച്ചധികം റിസ്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും, നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ സെലക്ട് ചെയ്യുമോ അതോ ഒഴിവാക്കുമോ? ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാമല്ലോ.